ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. കൊല്ലത്തെ തൊഴിൽ തർക്കത്തെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തടി കയറ്റിക്കൊണ്ടുപോയ ലോറി CITU തൊഴിലാളികൾ തടഞ്ഞതായി പരാതി. ഉടമ സ്വന്തം തൊഴിലാളികളെ കൊണ്ട് തടി കയറ്റിക്കൊണ്ടുപോയ ലോറിയാണ് കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ CITU തൊഴിലാളികൾ തടഞ്ഞത്. സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും CITU തൊഴിലാളികൾക്കുമെതിരെ കേസെടുത്ത് കടക്കൽ പോലീസ്. കടക്കലിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കുന്ന മരങ്ങളും റബ്ബർ തടികളും ശേഖരിക്കുന്ന യാർഡിലാണ് സംഭവം. ഒരു മാസം മുൻപ് തടി കയറ്റുന്ന യാർഡിൽ CITU തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു. എന്നാൽ സമയത്ത് ജോലി ചെയ്തു തീർക്കാൻ തൊഴിലാളികൾ തയ്യാറാകാത്തതിനാൽ ഉടമയുമായി തർക്കമുണ്ടാവുകയും പിന്നീട് കയ്യേറ്റമുണ്ടായെന്നും ഉടമ പറയുന്നു. തലയ്ക്ക് മുറിവേറ്റ അരുൺകുമാർ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല. അപ്പോൾ അധിക കൂലി ചോദിക്കുകയും ഈ കയറ്റിൻ്റെ പൈസ വേണമെന്ന് പറയും. അങ്ങനെ ഒരു തർക്കം ഉണ്ടായി എൻ്റെ തലമുണ്ട അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അത് ഞാൻ പിന്നെ എനിക്ക് നിയമപരമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അത് കഴിഞ്ഞ് കൊല്ലം റൂറലിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലൊന്നും നീതി കിട്ടാത്തതുകൊണ്ട് ഹൈക്കോടതി പോവുകയാണ് ചെയ്തത്. ഹൈക്കോടതി പോയി എനിക്ക് കോടതി ഉത്തരവ് വന്നത് ഈ 25-ാം തീയതി എൻ്റെ സ്വന്തം തൊഴിലാളികൾ വെച്ച് കയറ്റാനാണ് വന്നത്. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച യാർഡ് ഉടമ സ്വന്തം തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ അനുമതി വാങ്ങുകയും ചെയ്തു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തടി കയറ്റിയ ലോറി റോഡിലേക്ക് പ്രവേശിച്ചതോടെ പഞ്ചായത്ത് റോഡ് തകരുമെന്ന് ചൂണ്ടിക്കാട്ടിയും യാർഡ് പ്രവർത്തിക്കാൻ പഞ്ചായത്തിന്റെ ലൈസൻസ് വാങ്ങിയില്ലെന്നാരോപിച്ചും CITU തൊഴിലാളികളും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ലോറി റോഡിൽ തടഞ്ഞിടുകയായിരുന്നു. സംഭവത്തിൽ കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ സംഭവത്തിൽ CITUവിന് പങ്കില്ലെന്നാണ് CITU നേതാക്കളുടെ വാദം. വലിയ വാഹനങ്ങൾ കയറിയാൽ ഒരു വർഷം മുന്നേ പണിത റോഡ് തകരുമെന്ന പരാതിയിലാണ് ലോറി തടഞ്ഞതെന്നാണ് കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. അസിസ്റ്റന്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ വണ്ടി അതിലേ പോകാൻ പറ്റത്തില്ല, പഞ്ചായത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്, ഈ ലോഡ് കാരണമാണ് അവിടെ ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ നിജമായ അവസ്ഥ. അപ്പോൾ കൃത്യമായും പഞ്ചായത്തിലെ പൊതുജനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് പഞ്ചായത്തിലെ ജനങ്ങളുടെ കൂടെ നിൽക്കാനേ പറ്റൂ. 2 ദിവസമായി തടിലോറി ഗതാഗത ബുദ്ധിമുട്ടുണ്ടാക്കി റോഡിൽ കിടക്കുകയാണ്. 24 കൊല്ലം.